നമസ്കാരം. സ്പോട്ട് ലൈവ് ആരംഭിക്കുകയാണ്. BJP നേതാവും നടനുമായ ജി കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസുണ്ടായത് ഇന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭ്യൂഹങ്ങളും വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കൃഷ്ണകുമാറിൻ്റെ മകളുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. മകൾ ദിയ കൃഷ്ണയും ഈ കേസിൽ പ്രതിയാണ്. അതേസമയം പണം തട്ടിയെടുത്തു എന്ന ജീവനക്കാർക്കെതിരെ നേരത്തെ കൃഷ്ണകുമാറും ദയയും പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ 3 ജീവനക്കാർക്കെതിരെ FIR-ഉം രജിസ്റ്റർ ചെയ്തിരുന്നു. കുടുംബത്തിനെതിരായ തട്ടിക്കൊണ്ടുപോകൽ കേസ് വ്യാജമെന്നാണ് കൃഷ്ണകുമാറും ദയയും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇവരുടെ സ്ഥാപനമുണ്ട് OC എന്ന് പറഞ്ഞ്, അത് ഒരു ജ്വല്ലറി ബിസിനസ്സാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്ത 3 കുട്ടികൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് QR കോഡിൽ തിരിമറി നടത്തിയിട്ടാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഈ 3 കുട്ടികളും അതിൽ 2 പേര് കല്യാണം കഴിച്ചവരാണ്. അവരുടെ ഭർത്താക്കന്മാരുൾപ്പെടെ ഇവരുടെ ഫ്ളാറ്റിൽ വന്നിട്ട് ഞങ്ങൾ സെറ്റിൽമെന്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ ചെറിയൊരു സംഖ്യയുമായിട്ടാണ് വന്നത്. അപ്പോൾ ഇവരിന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവർ സമ്മതിച്ചിട്ട് പറഞ്ഞു, ദയവ് ഇതിനി റിപ്പോർട്ട് ചെയ്യരുത്, ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം പോകും. അത് കഴിഞ്ഞ് അവർ ഈ ഓഫീസിലേക്കാണ് വരുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ സംസാരം ഒന്ന് ഘടിപ്പിച്ചപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇതിനിടയ്ക്ക് ബാങ്ക് വഴി അന്വേഷിച്ചപ്പോഴത്തേക്ക് 69 ലക്ഷം രൂപയാണ് ഇവർ QR കോഡ്, അതായത് ബാങ്ക് രേഖകളിലൂടെ ഇവർ തട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവര് കുറെ കഴിഞ്ഞ് ആദ്യം സമ്മതിച്ചില്ല, പിന്നീട് ഇവർ സമ്മതിച്ചു തുടങ്ങി. അപ്പൊ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം. അപ്പൊ ഇതിനിടയ്ക്ക് ഇവിടെ ഒരു കുട്ടിയുടെ ഭർത്താവ് ഇവിടെ നിന്ന് പുറത്തുപോയി ഒരു 3 മണിക്കൂറിനകത്ത് തിരിച്ചു വരുന്നു. 8,82,000 രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടിരുന്നു. അന്ന് രാത്രിയോ അടുത്ത ദിവസം രാത്രിയോ മകളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നു, ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു പൈസ തരാൻ, ഇനി ഞങ്ങളെ മേലിൽ വിളിക്കരുത്, വിളിച്ചാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ശ്രീ സ്റ്റുവർട്ട് ഗില്ലർ, ഇവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണറാണ്, അദ്ദേഹത്തിനെ പോയി കണ്ട് ഞങ്ങൾ പരാതി കൊടുക്കുന്നു. ഞങ്ങൾ ഈ പരാതി കൊടുത്തതിന് അടുത്ത ദിവസം ഇവര് ഈ തട്ടിപ്പ് നടത്തിയ കുട്ടികൾ അവരവിടെ വന്നൊരു പരാതി കൊടുക്കുന്നു. ഞങ്ങൾ അവരെ എവിടെന്നോ ഒരു അജ്ഞാത സംഘത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി അവരെ കെട്ടിയിട്ട് ഇടിച്ച് അവരിൽ നിന്ന് പൈസ എടുത്തിരിക്കുന്നു. പോലീസ് സേന 99% നല്ലവരാണ്. പിന്നെ ചില പുഴുക്കുത്തുകളുണ്ടാവും. ഇതിൽ ഏതോ ഒരാളുടെ ഒരു കുബുദ്ധി ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്, ആരോ ഈ കുട്ടികളുടെ പുറകിലുണ്ട്. കാരണം ഈ കുട്ടികൾക്ക് ഇതിനുള്ള കപ്പാസിറ്റി ഉള്ള കുട്ടികളല്ല. ആ സ്റ്റേഷന്റെ ചാർജ് എന്ന് പറയുന്നത് അവിടുത്തെ CA ആണ്. CA നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അദ്ദേഹം ആയിരിക്കാം, നമുക്ക് നേരിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ പോയ ദിവസവും ഒട്ടും സുഖകരമല്ലാത്ത ഭാഷയും ശരീരഭാഷയുമാണ് പുള്ളി സ്വീകരിച്ചത്. പക്ഷെ അന്ന് തന്നെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി സംസാരിക്കുകയൊക്കെ കാണുന്നുണ്ട്. ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിവരം ഞാൻ ഇവരെയാണ് വിളിച്ച് ഏറ്റവും കൂടുതൽ അറിയിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇന്ന് വയ്യ, ഞാൻ ഹോസ്പിറ്റലിലാണ്, നിങ്ങളെ വിശ്വസിച്ചെല്ലാം ഏൽപ്പിക്കുകയാണ്, ഇന്ന് എത്ര രൂപ വന്നു എന്നുള്ളതെല്ലാം എനിക്ക് ഈവനിങ് ആകുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത്. എനിക്ക് പൈസ പോയതിനേക്കാൾ വിശ്വാസവഞ്ചനയോടുകൂടെ അതിന്റെ വേദനയാണ് കൂടുതലുള്ളത്. ഒരു ത്രട്ടൻ ചെയ്യുന്ന പോലെ ഒരാളുടെ ഹസ്ബൻഡിനെ വിളിച്ച് സംസാരിച്ചു. നമ്മളിത് കേസ് കൊടുത്തു എന്നെന്തോ അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നടപടി നമ്മൾ അതായിട്ട് തന്നെ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഇല്ല, പറ്റത്തില്ല, ഒരു പേപ്പറിൽ മര്യാദയ്ക്ക് എഴുതി തരണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പൈസയും തിരിച്ചു തരത്തില്ല എന്ന് പറഞ്ഞു എന്നെ ത്രട്ടൻ ചെയ്തു. അതാണ് കൃഷ്ണകുമാറിൻ്റെയും മകൾ ദിയയുടെയും പ്രതികരണം. ഏതായാലും ദിയ നടത്തുന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അതിൽ സാമ്പത്തിക തട്ടിപ്പുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാമ്പത്തിക തട്ടിപ്പിൻ്റെ തെളിവുകൾ കൃഷ്ണകുമാറും ദിയയും പുറത്തുവിടുകയും ചെയ്തു. അതിൻ്റെ വിശദാംശങ്ങൾ അവർ പങ്കുവെക്കുകയും ചെയ്തു. ഇവർക്ക് നിങ്ങൾ അയച്ചു കൊടുത്തിട്ടാണ് അതല്ല അവിടെ എടുത്ത പൈസ ഇരിക്കട്ടെ, പിന്നെ നോക്കണം. നിങ്ങൾ ഈ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത പൈസ ഇല്ലേ, അത് ശരി. നിങ്ങൾക്ക് ഏകദേശം ധാരണയില്ല, 3 ലക്ഷം വരെ ഓർമ്മയുള്ളൂ. ഒരു 10-15 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിലോ റെക്കോർഡ് വന്നിരിക്കുന്നത് സംസാരിക്കായിരിക്കും. വന്നാലെത്തി കണക്ക് പ്രകാരം വന്നാൽ നിങ്ങളെത്തി. അപ്പൊ നമുക്ക് എടുത്തിട്ടെന്ന് പറയാൻ പറ്റുന്നില്ലേ? നിങ്ങൾ എന്ത് ചെയ്യും പൈസ? അല്ല ഞാൻ കണക്ക് എത്തിച്ചാൽ കണക്ക് മാറ്റി പറയല്ലേ, കംപ്ലീറ്റ് കൊടുക്കും കേട്ടോ, കംപ്ലീറ്റ് കൊടുക്കും. നിങ്ങൾ വിചാരിക്കുന്ന ലെവലിൽ പോകില്ല. നിങ്ങൾ എടുത്തിരിക്കുന്ന പൈസ അത്രയ്ക്കാണ്. അറിയാതെ എത്രയാണ് ഉദ്ദേശം? എന്താ പറയാമെന്ന് അത് മനസ്സിലായി. നിങ്ങളപ്പോ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു, അതാണ് ചോദിക്കുന്നത്. 69 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പാണ് ഈ ജീവനക്കാരികൾ നടത്തിയത് എന്നാണ് കൃഷ്ണകുമാറും മകളും ആരോപിക്കുന്നത്. നേരത്തെ കണ്ട ദൃശ്യങ്ങൾ അത് ഈ സ്ഥാപനത്തിൽ വന്ന് ഇവർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതാണ്. അതിൻ്റെയൊക്കെ തെളിവുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്ന് കൃഷ്ണകുമാർ പറയുന്നുണ്ട്. സാരംഗ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സാരംഗ്, നമുക്ക് മനസ്സിലാകുന്നത് കൃഷ്ണകുമാർ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കൊടുത്തിരുന്നു.
അതിൻ്റെ കൗണ്ടർ കേസായി പിന്നീട് പിറ്റേ ദിവസം ഇവർ നൽകുന്ന കേസിൻ്റെ വിശദാംശങ്ങളാണ് കൂടുതലായി പുറത്തു വരുന്നത്. നേരത്തെ ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാറും മകളും പോലീസിനെ ബോധ്യപ്പെടുത്തിയ എന്തൊക്കെ കാര്യങ്ങളാണ്? ഈ ദിയുടെ പേരിലൊരു ഓബൈ എന്നുള്ളൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. ഈ സ്ഥാപനത്തിൽ ഒരു സാമ്പത്തിക തിരിമറി നടത്തി, അതായത് QR കോഡിൽ തിരിമറി നടത്തിയിട്ട് ജീവനക്കാരുടെ QR കൊടുത്തിട്ട് സാമ്പത്തിക തിരിമറികൾ മറ്റും നടത്തിയിട്ടാണ് ഇത്രയും വലിയൊരു തുക 69 ലക്ഷത്തോളം രൂപ തിരിമറി നടത്തി. തുടക്കത്തിൽ ഇത്രയും വലിയൊരു തുകയാണെന്ന് കുടുംബത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവർ ആദ്യം അത് മനസ്സിലാക്കിയത് ചെറിയൊരു തുകയായിരിക്കും എന്നുള്ള രീതിയിൽ അത് അവഗണിക്കുകയായിരുന്നു. പിന്നീട് ഈ വലിയ തുക അറിയുന്നതോടുകൂടി ഇവർ സെറ്റിൽമെൻറ്റ്, അതായത് ഇവരോട് സംസാരിക്കുകയും അതിനൊപ്പം തന്നെ പരാതി നൽകുകയും ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് ഈ പരാതിക്കാരി ഇപ്പോൾ തിരിച്ച് പരാതി നൽകിയിട്ടുള്ള, അതായത് ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്ന ഈ 3 ജീവനക്കാരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സംസാരിക്കുന്നത്. ആ സമയത്തുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് തൊട്ട് മുൻപ് കണ്ടത്. ഇത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള സംഭവം ഉണ്ടായി എന്നുള്ള പരാതി വന്നപ്പോഴാണ് മാധ്യമങ്ങളടക്കം ഇത്തരത്തിലുള്ളൊരു പരാതി പുറത്തേക്ക് വരുന്നത്. ഈ സംഭവം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ 3 ജീവനക്കാരും മുൻപ് തന്നെ മാസങ്ങളോളമായി ഈ QR തട്ടിപ്പിലൂടെ ലക്ഷങ്ങൾ തിരിമറി നടത്തുന്നു. അത് ജി കൃഷ്ണകുമാറിൻ്റെ കുടുംബം കണ്ടെത്തുന്നു. അത് പരാതി നൽകുന്നു, കന്റോൺമെന്റ് SIക്ക് പരാതി നൽകുന്നു. അങ്ങനെ പരാതിക്ക് ഒരു കൗണ്ടർ പരാതി എന്ന രീതിയിലാണ് ഈ 3 ജീവനക്കാരും കൂടി തന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി, അതേപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന രീതിയിലുള്ള പരാതി നൽകുന്നത്. അങ്ങനെ ഒരു കൗണ്ടർ പരാതി പുറത്തു വന്നതോടുകൂടിയാണ് ഈ മാധ്യമ ശ്രദ്ധ നേടുന്നതും. ഇത്തരത്തിലുള്ള ഒരു വലിയൊരു പരാതി, അതായത് ജാമ്യമില്ലാ വകുപ്പ് അടക്കം ചേർത്താണ് ജി കൃഷ്ണകുമാറിനും ഒപ്പം തന്നെ ദിയക്കുമെതിരെ പരാതി, അതായത് ഇത്തരത്തിലുള്ള ഒരു കേസ് എടുത്തിട്ടുള്ളത്. കേസ് എടുത്തതിൽ തന്നെ വലിയൊരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. കാരണം കോടതി അവധിയാണ്. ഇത്തരത്തിൽ പെരുന്നാളും മറ്റ് ഈ രീതിയിലുള്ള അവധിയുള്ള സമയത്താണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. കോടതിയെ സമീപിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഉള്ളൊരു തരത്തിലാണ് കേസ് എടുത്തതെന്നുള്ള ആരോപണമുണ്ട്. ഒപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ട് ഈ CIയുടെ അടുത്തേക്ക് ചെന്ന സമയത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വളരെ മോശപ്പെട്ട ഒരു പെരുമാറ്റം ഉണ്ടായി എന്നും കൃഷ്ണകുമാർ നമ്മളൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. ഇതിൽ വലിയൊരു തുക, അതായത് 69 ലക്ഷത്തോളം രൂപ തിരിമറി നടത്തിയതിൽ ഇവർ ഉടൻ തന്നെ 8 ലക്ഷം രൂപ, ആദ്യം ഒരു 4 ലക്ഷം രൂപ തിരിച്ചു നൽകി. അതിനൊപ്പം തന്നെ വീണ്ടും ഒരു 4 ലക്ഷം, 8,82,000 രൂപയോളം ഇവർ ഉടൻ തന്നെ ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് കണ്ട സമയത്ത് തന്നെ ഈ കുടുംബം, ഈ ജീവനക്കാരുടെ 3 ജീവനക്കാരുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുവന്ന് തരികയാണ്. അതിനുശേഷം വീണ്ടും പരാതി വേണ്ട, ബാക്കി തുകയടക്കം തിരിച്ചു കിട്ടണം എന്ന രീതിയിൽ പരാതി നൽകിയ സമയത്താണ് ഇവർ കൗണ്ടർ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. അതായത് ഇവർ ഞങ്ങളെ വിളിച്ചു വരുത്തി, ഇവർ തടഞ്ഞു വെച്ചു, ഭീഷണിപ്പെടുത്തി, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന രീതിയിലുള്ള ഒരു പരാതി. ഈ 2 പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ സാമ്പത്തിക തിരിമറി നടത്തിയതിലും കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു ഭീഷണിപ്പെടുത്തി എന്നതിലും പരാതിയിലും കേസെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ ജി കൃഷ്ണകുമാർ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും വലിയൊരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം പുറത്തു വിട്ടുകൊണ്ടാണ് ഇത്രയും വലിയൊരു തുക QR കോഡിൽ തിരിമറി നടത്തി അവരുടെ അക്കൗണ്ടിലേക്ക് എത്തി. അവരത് 3 പേരും വീതിച്ചെടുക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ളൊരു വലിയൊരു തിരിമറിയാണ് ഈ 3 ജീവനക്കാരും നടത്തിയത്. അത് ആദ്യം തന്നെ പരാതി നൽകിയ സമയത്ത് ഒരു സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിൽ ഇവർ വിളിച്ചിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും ഇവർ കുറ്റം അംഗീകരിക്കാനോ ഈ തുക തിരിച്ചു നൽകാം എന്നുള്ള രീതിയിലോ ഒന്നും സമ്മതിച്ചില്ല. അതിനുശേഷം ദിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ ജീവനക്കാരിയുടെ ഭർത്താവിൽ ഒരാൾ ഈ ദിയെ വിളിച്ചിട്ട് ഇത്തരം പരാതി പിൻവലിക്കണം, അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന രീതിയിൽ മെസ്സേജ് അയക്കുകയും അതേപോലെ തന്നെ ഫോണിൽ ബന്ധപ്പെട്ട് ഭീഷണി ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് പരാതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് കൗണ്ടർ പരാതിയുമായി, അതായത് ഇവരെ ഉപദ്രവിച്ചു എന്ന രീതിയിൽ ഒരു, അതായത് ഈ തട്ടിപ്പ് ഇവർ മനസ്സിലാക്കാൻ കൃഷ്ണകുമാറും ദിയാണല്ലോ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നത്, മനസ്സിലാക്കാൻ വൈകി. തുടക്കത്തിൽ ഒരു ചെറിയ തുകയാണെന്ന് വിചാരിച്ചു. അവർ വലിയ പരാതിയുമായി പോയില്ല. ഇവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ശ്രമിച്ചു. ഇവർ പക്ഷേ പിന്നീട് ഇവർ ഭീഷണിപ്പെടുത്തിയതിന് ശേഷമാണോ ഈ പരാതിയുമായി കൃഷ്ണകുമാറും മകളും ആദ്യം പോകുന്നത്? അതിനുശേഷമുള്ള പരിശോധനയിലാണോ ഈ 69 ലക്ഷം എന്ന ഒരു വലിയ തുക തട്ടിച്ചു എന്ന് മനസ്സിലാകുന്നത്? ഇതിലെ ദുരൂഹതകൾ മറന്നേക്ക് പുറത്തു വരുന്നത് ഇവരുടെ ജി കൃഷ്ണകുമാറിൻ്റെ കുടുംബ സുഹൃത്ത് ഈ കടയിലെത്തി സാധനങ്ങൾ വാങ്ങുകയും അവിടെ QR കോഡിൽ പണം അയക്കുന്ന സമയത്ത് QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പേരിന് പകരം അവിടെ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ പേരിലേക്കുള്ള ഒരു അക്കൗണ്ടിലേക്ക് പണം പോകുന്നു എന്ന് ഈ കുടുംബത്തെ അറിയിക്കുന്നു. അത്തരത്തിൽ ആ കാര്യത്തിൽ ഒരു വിശദീകരണം അന്വേഷിച്ചപ്പോഴാണ്, അന്വേഷിച്ച സമയത്താണ് അതിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും കൃത്യമായൊരു മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് ഒരു അന്വേഷണം നടത്തുകയാണ്. ചെറിയ രീതിയിലൊരു അന്വേഷണം നടന്നു. അപ്പോൾ ചെറിയ രീതിയിൽ തുകകൾ കൈമാറിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അതിനുശേഷം ഇവർ കൂടുതൽ ചോദ്യം ചെയ്യുന്നവരെ ഇത്തരത്തിൽ എത്രത്തോളം പണം മാറ്റിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും മറ്റും കാര്യങ്ങളും എല്ലാം അന്വേഷിച്ചപ്പോഴാണ് ഇത്രയും വലിയൊരു തുക, മാസങ്ങളോളമായി ഇത്രയും വലിയൊരു തുക, കാലങ്ങളോളമായിട്ടുള്ള ഈ തുക ഇവർ അക്കൗണ്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല ദിയ ഗർഭിണിയായതിനാൽ തന്നെ ഓഫീസിലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല കുറേ മാസങ്ങളായിട്ട്. അപ്പോൾ ആ സമയത്ത്
ഓഫീസിൽ ആളില്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് തിരിമറി നടത്താൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പിന്നീട് അതിനുശേഷം ഓഡിറ്റർ നടത്തിയ ഒരു അന്വേഷണവും തുടർന്ന് ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കുടുംബം നടത്തിയ ഒരു അന്വേഷണവുമാണ് ഇത്രയും വലിയൊരു തിരിമറിയാണ്, സാമ്പത്തിക തിരിമറിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിന് ശേഷം ഇപ്പോൾ കുറച്ച് ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടല്ലോ സാരംഗ്, കൃഷ്ണകുമാറും കുടുംബവും. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇവർ നിരവധികം സമ്മതിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് അല്ലേ, ഈ പണം തട്ടിപ്പ് നടത്തി എന്നുള്ള കാര്യം? അതെ, ഇവർ മാപ്പപേക്ഷിച്ചുകൊണ്ട് പണം മുഴുവൻ തിരികെ നൽകാമെന്ന രീതിയിലൊക്കെ വന്ന് സംസാരിച്ചു എന്നാണ് കുടുംബം പറയുന്നത്. ആ സമയത്ത് എടുത്ത വീഡിയോകളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത്. അതായത് പരാതിയുമായി മുന്നോട്ട് പോകരുത്, നാണക്കേടാണ്, ആ രീതിയിൽ. അപ്പോൾ കൃത്യമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ സമയത്താണ് ഒരു തുക 8 ലക്ഷത്തോളം രൂപ 2 ഘട്ടത്തിലായി ഉടൻ തന്നെ എത്തിച്ചു കൊടുക്കുന്നത്. അതിനുശേഷവും ഇത്രയും വലിയ തുകയാണ്, പരാതിയുമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ കൗണ്ടർ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നത്. ആദ്യം തന്നെ ഇവർ കന്റോൺമെന്റ് SIക്ക് പരാതി നൽകി. അതിനുശേഷം പരാതിയുടെ കാര്യം ഈ ജീവനക്കാർ അറിഞ്ഞ സമയത്ത് ഇവരുമായി ബന്ധപ്പെടുകയും ഒരു സെറ്റിൽമെന്റിന് തയ്യാറാകുന്ന രീതിയിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അതിനുശേഷം വീട്ടിലിരുന്ന് സംസാരിക്കുന്നതിനിടയിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതിലൊരു തീരുമാനമാവാതെ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നറിഞ്ഞപ്പോൾ കുടുങ്ങുമെന്നായ സമയത്താണ് ഈ ജീവനക്കാർ മറ്റൊരു പരാതിയുമായി, കൗണ്ടർ പരാതിയുമായി മുന്നോട്ട് വരുന്നത്. അതായത് ഇവരിങ്ങനെ ഉപദ്രവിച്ചു, ഭീഷണിപ്പെടുത്തി, ഒപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള രീതിയിലൊക്കെ പരാതി വരുന്നത്. ആ പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നാണ്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ പോലീസ് കൃഷ്ണകുമാറിനെയും ദിയക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സാമ്പത്തിക തിരിമറി നടത്തിയതിന് 3 ജീവനക്കാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. 2 കേസുകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതിലൊരു വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ള കാര്യം നമുക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. നിലവിലെ നമുക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർ സാമ്പത്തിക തിരിമറി നടത്തി എന്ന് കുറ്റസമ്മതം നടത്തുന്നുണ്ട്. മാത്രമല്ല അത്തരത്തിലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള രേഖകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ വലിയൊരു തുക 69 ലക്ഷം രൂപയോളം ഇവർ തിരിമറി നടത്തിയിട്ടുണ്ട്. അതിൽ ചെറിയൊരു തുക മാത്രം തിരികെ നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും ആ ഒരു വലിയ തുക അവരുടെ കയ്യിൽ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കൃഷ്ണകുമാറിൻ്റെ കേസ്, കൃഷ്ണകുമാർ നൽകിയ കേസുണ്ട്, തിരിച്ച് മറുഭാഗം നൽകിയ കേസുണ്ട്. കൃഷ്ണകുമാർ എന്ന് പറഞ്ഞത് പോലീസിൽ 99% ആളുകളും ന്യായത്തിനൊപ്പം നിൽക്കുന്നവരാണ്. പക്ഷേ 1% ആളുകൾ മാത്രമാണ് പുഴുക്കുത്തുകൾ. ചില ആളുകൾ ഇവർക്ക് പിന്നിലുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് അദ്ദേഹം പങ്കുവെക്കുന്നത്? ഇവരെ ആദ്യം വന്ന് ക്ഷമ പറഞ്ഞിട്ട് പിന്നീട് ഇവർ പോയി കേസുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം അത് മറ്റുള്ള ആരുടെയെങ്കിലും പ്രേരണയിലാണ് എന്നുള്ളതാണോ? ഇത്തരത്തിൽ കൃഷ്ണകുമാർ പറഞ്ഞ ഒരു വാക്കുകൾ എന്ന് വെച്ചാൽ ഈ പരാതിയുടെ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് ഉണ്ടായ ഒരു അനുഭവമാണ് അദ്ദേഹം പങ്കുവെച്ചത്. അതായത് വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു അവിടെയുള്ള CI പെരുമാറിയത്. ഒരു മുൻവൈരാഗ്യമുള്ള പോലെ ഉള്ള രീതിയിലായിരുന്നു. അതായത് അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറായില്ല. മാത്രമല്ല ശരീരഭാഷയിലും അടക്കമുള്ള ഇവരുടെ ഒരു വിരോധം തനിക്ക് അനുഭവപ്പെട്ടു. ഒപ്പം തന്നെ തൻ്റെ ഭാഗം കേൾക്കാതെ 2 പേരും പരാതി നൽകിയിട്ടുണ്ട്, 2 പേർക്കെതിരെ കേസ് എടുക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റം. ആ പെരുമാറ്റമാണ് ഇത്തരത്തിൽ കൃഷ്ണകുമാറിന് ഒരു സംശയം തോന്നാൻ കാരണം ഇവർ ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകാൻ ഇവർ തയ്യാറാവുന്നതിന് പിന്നിൽ ഇത്തരം ആരെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഉന്നയിച്ചത്. അതിനൊപ്പം തന്നെ ഈ പോലീസുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ, ഈ CIയുടെ ഒരു മനോഭാവം, അതേപോലെ തന്നെ ഇവരുടെ ഒരു രീതി ഒന്നും കൃഷ്ണകുമാർ നല്ല രീതിയിലല്ല പറയുന്നത്. കാരണം ഇവരുടെ ഭാഗത്താണ് ആദ്യം പരാതി ഉണ്ടായത്. അതായത് സാമ്പത്തിക തട്ടിപ്പ്, ഇത്രയും വലിയൊരു തുകയുടെ തട്ടിപ്പ് ഉണ്ടായിട്ടും ആ പരാതി നിലനിൽക്കെ തന്നെ ഒരു കൗണ്ടർ പരാതിയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് മാന്യമായ ഒരു ഇടപെടലല്ല തുടക്കം മുതൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മുഖ്യമന്ത്രിക്കടക്കം ആഭ്യന്തര വകുപ്പിനടക്കം പരാതി നൽകിയത്. ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ പരാതിയിൽ പൂർണ്ണ തൃപ്തനാണെന്നും ഇതിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കൃഷ്ണകുമാർ നമ്മളോടൊപ്പം പങ്കുവച്ചിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ CIയുടെ ഒരു തെറ്റായ ഒരു സമീപനത്തെ കൃഷ്ണകുമാർ നമ്മളോടൊപ്പം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുമുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും കേസുകൾ 2 ഉണ്ട്. അതിൽ പോലീസിൻ്റെ നടപടികൾ പ്രധാനമാണ്. കൃഷ്ണകുമാർ നൽകിയ കേസാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. 69 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പാണ് നടന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷമുള്ള കൗണ്ടർ പരാതിയായി ഈ ജീവനക്കാർ നൽകിയ കേസും കോടതിയുടെ പരിഗണനയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്.